Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. So, how are you all? Fine, ma'am. Fine. Active ആണോ എല്ലാവരും? Active ആണോ? Yes, ma'am. Yes, ma'am. Yes. Have you had your breakfast? Yes. Yes, ma'am. Yes. Okay. So, നമ്മൾ present tense ആണ് അല്ലേ? ഇതെങ്ങനെയാണ്? Complete ആയില്ലേ? Complete ആയോ? പറയൂ, complete ആയോ? എന്തായിരുന്നു മിണ്ടാത്തേ? Yes, ma'am. Past simple, past continuous, past perfect continuous. ഫ്യൂച്ചർ എടുത്തിട്ടില്ല? ഇല്ല. ഇല്ല. ഓക്കെ. സോ നമുക്കൊരു കാര്യം ചെയ്യാം. പ്രസന്റ് നമ്മൾ പഠിച്ചതാണ്. പ്രസന്റിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രസന്റ് സിമ്പിൾ സ്ട്രക്ചർ ഉണ്ട് അല്ലെ? സബ്ജക്റ്റിന്റെ കൂടെ എന്താണ് V1 ആയിരിക്കും അല്ലെ? വേർബിന്റെ ബേസ് ഫോം ആയിരിക്കും വരാം. സോ സബ്ജക്ട് പ്ലസ് V1 എന്നാണ് ഇനി സ്ട്രക്ചർ അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി verb, then വേർബിന്റെ ing ഫോം. സോ അതാണ് ഈ സ്ട്രക്ചർ. ഈ എല്ലാ സ്ട്രക്ചറും എല്ലാവർക്കും അറിയോ? ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ എന്ന് പറയാം. അറിയില്ല എന്നാണോ പറഞ്ഞേ? എനിക്കറിയാം. അറിയാം. സോ നമുക്ക് ഫസ്റ്റ് ആ സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചു വെക്കാം. സ്ട്രക്ചർ പഠിച്ചു വെച്ചാല് ഞാനിപ്പോ ഒരു മലയാളം പറഞ്ഞാല് നിങ്ങൾക്ക് അത് ഏത് ടെൻസ് ആണെന്ന് നോക്കിയാല് ആ സ്ട്രക്ചർ വെച്ചിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിരിക്കും. സോ നമുക്കൊന്ന് സ്ട്രക്ചർ എല്ലാവർക്കും കൂടെ പഠിക്കാം. ഓക്കെ, റെഡി? മാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒന്നുകൂടെ പറഞ്ഞു തരാമോ? നമുക്ക് പ്രസന്റ് കഴിഞ്ഞിട്ട് പാസ്റ്റിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും എല്ലാം ഒന്നുകൂടെ ഞാൻ പറയുന്നുണ്ട്. കാരണം ടെൻസ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ഓക്കെ, സോ പ്രസന്റ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പ്രസന്റ് എടുക്കാം. ഓക്കെ, സോ സ്ട്രക്ചർ ഒന്ന് പറയാവോ എല്ലാവരും? സിമ്പിൾ ആയിട്ടൊന്ന് പറയാവോ? ഫസ്റ്റ് പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ടെൻസിനെ സ്ട്രക്ചർ പറയാം. ഫസ്റ്റ് ഞാൻ പറയട്ടെ, എന്നിട്ട് ഓരോരുത്തരായിട്ട് പറയാം. ഓക്കെ, പ്രസന്റ് സിമ്പിൾ എന്താണ്? സബ്ജക്ട് പ്ലസ് V1, വേർബിന്റെ ബേസിക് ഫോം. ഓക്കെ, കണ്ടിന്യൂസ്ലി എന്താണ്? സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് എന്താണ്? ആം, ഈസ്, ആർ, ഇതൊക്കെയാണ് ഓക്സിലറി വേർബ്. ഓക്കെ, അപ്പോ സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി വേർബ് പ്ലസ് ing. അതായത് ഹീസ് സിറ്റിംഗ്, ഹീസ് റൈറ്റിംഗ്. ഹീയുടെ കൂടെ ഹീ ആണ് സബ്ജക്ട്, ഹീയുടെ കൂടെ ഓക്സിലറി വേർബ് ആയ ഈസ് ആഡ് ചെയ്യും. ദെൻ വേർബ് പ്ലസ് ing, റൈറ്റ് പ്ലസ് ing വരുമ്പോ റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ്ലി എന്താ വരാ? സബ്ജക്ട് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് ing ഫോം. ഓക്കെ, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് എന്താ വരാ? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം വരാ. ഓക്കെ, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് been പ്ലസ് വേർബ് പ്ലസ് ing. ഇതാണ് 4ത്തിന്റെ എന്താ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ ഓരോരുത്തര് പറയാം. ഓക്കെ, റെഡി? ഞാൻ വിളിക്കുന്നതിന് നല്ലത് നിങ്ങൾ ഓരോരുത്തര് ഞാൻ പറയാന്ന് പറഞ്ഞു വരുന്നതാണ്. ഓക്കെ, സോ റെഡി ആണ് എല്ലാവരും?
ഒന്നും മനസ്സിലായില്ല? നിഷ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ സ്ട്രക്ചർ അറിയാവുന്നവര് ഓക്കെ നിഷ പറഞ്ഞുതരാം. സ്ട്രക്ചർ അറിയാവുന്നവരത് പറഞ്ഞേ. ഈ സ്ട്രക്ചർ പഠിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടഫായിട്ട് തോന്നും, പക്ഷെ പഠിച്ചു വരുമ്പോ സിമ്പിൾ ആണ്. ആരാ പറയാ? ഞാൻ പറയാം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദി വെർബ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 form of the verb. Present perfect continuous subject plus has or have plus been plus ing form of the verb. yeah, okay. Then ഇനി ആരാ പറയാ? ഓക്കെ, സബീന. Yes. സബീനക്ക് ഞാനൊരു സബ്ജക്റ്റും തരും, ഒരു വേർബും തരും. ഈ 4 രീതിയിലും പറയണം. ഓക്കെ, Okay. Okay. സബ്ജക്റ്റ് I and he. I and he subject. Verb right. I and he ഒരുമിച്ച് ചേർത്ത് പറയണോ? രണ്ടിനെയും പറയണം. Okay. I and he write a letter. അങ്ങനെയല്ല, പിന്നെ I വെച്ചിട്ട് സെന്റൻസ് പറയാം, he വെച്ചിട്ട് സെന്റൻസ് പറയാം. Okay. I write a letter. He writes a letter. I am writing a letter. He is writing a letter. He has written a letter. I have been written a letter. He has written a letter. Okay. ഇനി I വെച്ചിട്ട് പറയും. I have written a letter. I have written a letter. Okay. Next one, he has been writing a letter. I have been writing a letter. Yeah, here. Okay. ഇനി ആരാ പറയാ? Next ആരാ? Who's next? ആരും പറയാൻ റെഡിയല്ലേ? ആണോ അല്ലയോ? ഞാൻ പറയുന്നത് ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? കേൾക്കുന്നുണ്ടോ? Yes, ma'am. കേൾക്കുന്നുണ്ട്. സോ പറയാൻ റെഡിയാണോ അല്ലെങ്കിൽ അറിയാഞ്ഞിട്ടാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയൂ. നിങ്ങൾ പറയാതിരുന്ന എനിക്കൊന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ വന്നവരാണോ നിങ്ങള്? പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കൂ. നിങ്ങൾ അവിടെ മിണ്ടാത്തത് ഞാൻ എങ്ങനെ അറിയാനാ? സംസാരിക്കൂ. എന്താന്ന് വെച്ചാൽ എന്നോട് പറയൂ. മനസ്സിലാവുന്നില്ലെങ്കിലാണെങ്കിൽ അത് പറയൂ, ഞാൻ പറഞ്ഞു തരാം. മാം ഒന്നുകൂടെ പറയാമോ? നയന, നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കും. ഫസ്റ്റ് നോട്ട്ബുക്ക് എടുക്കും. നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുന്നത് ഒന്ന് എഴുതിയെടുക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. ഓക്കെ, എടുത്തു എല്ലാവരും? പ്രസന്റ് ടെൻസ് ആണ് നോക്കുന്നത്. സോ ഹെഡിങ് പ്രസന്റ് ടെൻസ് എഴുതാം. ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി നോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, സോ എന്നാൽ എഴുതിയെടുക്കൂ. പ്രസന്റ് ടെൻസ് ഹെഡിങ് എഴുതാം. ദെൻ പ്രസന്റ് സിമ്പിൾ. പ്രസന്റ് സിമ്പിളിന് താഴെ ഹെഡിങ് കൊടുക്കുക. പ്രസന്റ് സിമ്പിൾ. പ്രസന്റ് സിമ്പിളിലെ സ്ട്രക്ചർ ആണ് ഞാനിപ്പോ പറയുന്നത്. സബ്ജക്ട് പ്ലസ് വെർബിന്റെ ബേസ് ഫോം. ബേസ് ഫോം ഓഫ് ദി വെർബ് അല്ലെങ്കിൽ V1 എന്നിട്ടാലും മതി. സബ്ജക്ട് പ്ലസ് V1. V1 എന്ന് പറയുമ്പോ നമുക്ക് ഒരു വാക്കെടുക്കാം. റൈറ്റ് എന്നൊരു വെർബ് എടുക്കാം. റൈറ്റ്, റോട്ട്, റിട്ടേൺ എന്നാ വരാ. V1, V2, V3. V1 ആണ് റൈറ്റ്, V2 ആണ് റോട്ട്, V3 ആണ് റിട്ടേൺ. ഓക്കെ, അപ്പോ പ്രസന്റ് സിമ്പിൾ എന്താ വരാ? സബ്ജക്റ്റിന് കൂടെ ഈ V1 ആണ് വരാ. ഓക്കെ, ക്ലിയർ ആയോ? സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1.
Clear? Is it clear? Yes or no? Yes, Yes, ma'am. ma'am. Yes, ma'am. Clear. Next, present continuous എഴുതാം. Heading present continuous. അതേ സ്ട്രക്ചർ ആണ്. Subject plus auxiliary verb അല്ലെങ്കിൽ helping verb എന്തുവേണമെങ്കിലും എഴുതാം. Subject plus auxiliary verb അല്ലെങ്കിൽ helping verb plus verb plus ing form. ing ന്റെ തരം മതി. verb ing. വെർബിന്റെ കൂടെ ing ചേർക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാ വരാ? ഈ ഓക്സിലറി വേർബ് അറിയാത്തവര് ഓക്സിലറി വേർബ് അവിടെ സെപ്പറേറ്റ് എഴുതി വെക്കുക. ഈ am, is, are അതാണ് ഓക്സിലറി വേർബ്. am, is, are ആണ് ഓക്സിലറി വേർബ്. സബ്ജക്ട് ഏതാണോ അതനുസരിച്ചിട്ട് വേണം ഓക്സിലറി വേർബ്സ് എഴുതാൻ. ഓക്കെ, ഐ ആണെങ്കിൽ am എഴുതാം. he ആണെങ്കിൽ is എഴുതാം. she ആണെങ്കിൽ is എഴുതാം. it ആണെങ്കിൽ is എഴുതാം. ഓക്കെ, you ആണെങ്കിൽ are, we are, you are. Clear? ഇതൊന്നും അറിയില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്ന് പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. മാം പ്രസന്റ് കണ്ടിന്യൂസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? Yeah, subject plus auxiliary verb plus verb plus ing. For example, ഞാൻ പറഞ്ഞുതരാം. He is writing. He is writing. He ആണ് subject, is auxiliary, verb plus ing. റൈറ്റിന്റെ കൂടെ ing വന്നു, writing ആയി. ഓക്കെ, അപ്പൊ he is writing. ഇനി I ആണെങ്കിലോ, I subject ആണെങ്കിലോ, I am writing. Okay, you ആണെങ്കിലോ, you are writing. They are writing. We are writing. Clear? യെസ് മാം. Yeah. എല്ലാവർക്കും ക്ലിയർ ആയാലോ? Yes, ma'am. Yeah. Okay. Next, present perfect. Present perfect. Present perfect ല് ഏതാ? Subject plus has or has. Subject plus have or has. Plus V3. Verb in the last form. V3 form. Okay. Subject plus has or have plus V3. അതായത് I, you, we, they ആണ് സബ്ജക്റ്റ് എങ്കിൽ എന്താ വരാം? have വരും. ഓക്കെ, I, you, we, they ആണെങ്കിൽ have വരും. he, she, it ആണെങ്കിൽ has വരും. ഓക്കെ, അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. I, you, we, they have. he, she, it ആണെങ്കിൽ has. നെക്സ്റ്റ് V3 form. ഞാൻ പറഞ്ഞു റൈറ്റ്, റോഡ്, റിട്ട് ആണ്. ഇവിടെ റിട്ടൺ ആണ് വരാം. V3 ഫോം ആണ് വരാം. മൂന്നാമത്തെ വേർഡാ വരാം. ഓക്കെ, അപ്പോ വേർഡ് എന്തായിട്ട് വരും? സെന്റൻസ് ഞാൻ പറയാം, എക്സാമ്പിൾ സെന്റൻസ് പറയാം. He has written. ഈ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ആണ് വരിക. Then V3 ഫോം റിട്ടൺ വന്നു. ഓക്കെ, ഇനിയിപ്പോ ഐ ആണെങ്കിലോ I have വരും. I have written. I have written. Clear? യെസ് മാം. Yeah. യെസ് മാം. Okay. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, നെക്സ്റ്റ് present perfect continuous. Present perfect continuous. Structure ഏതാ? Subject plus has or have plus subject plus has or have plus been plus been. B double E N. Been. Okay. B double E N. Subject plus has or have plus been plus verb plus ing. Verb plus ing.
ഇവിടെ എന്താണ് എങ്ങനെയാ വരാ? ഇവിടെ ഹിയോ ഷിയോ ഇറ്റ് ആണെങ്കിൽ ഹാസ് വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്ജക്ട് ബേസ് ചെയ്തിരിക്കും. ഈ ഹാവ് അല്ലെങ്കിൽ ഹാസ് വരാം. ഓക്കെ, സോ സെന്റൻസ് ഞാൻ പറയാം, എക്സാമ്പിൾ ഞാൻ പറയാം. He has been writing. Okay, he has been writing. He ആയതുകൊണ്ട് അവിടെ has വന്നു, then been already വരും. Okay, been then ing form ആവുന്നേ. He has been writing. ഇപ്പൊ I ആണെങ്കിലോ I have been writing. Okay, so clear ആയോ? Yeah, എല്ലാവർക്കും ക്ലിയർ ആയോ? You have any doubts? Respond ചെയ്യൂ. മാം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി ഇല്ലേ? സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് V1 V2 V3 ഏത് വെർബ് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാവോ? വെർബിന്റെ V1 ആണ്. ing വരുമ്പോ എപ്പോഴും V1 അല്ലേ വരാ? ing ഉണ്ട്, മനസ്സിലായോ? റൈറ്റിംഗ്, റീഡിംഗ് കണ്ടിന്യൂസ് പോലെ തന്നെയാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരാം. കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോ ഓർക്ക ing ഉണ്ടാവും. റൈറ്റിംഗ്, റീഡിംഗ്, റണ്ണിംഗ്. ഓക്കെ, V1 plus ing എഴുതാം വേണമെങ്കിൽ. ഓക്കെ, V1 plus ing നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്ന ആ രീതിയിൽ എഴുതുക. ഓക്കെ, ing വരുമ്പോ എപ്പോഴും ബേസ് ഫോം ആയിരിക്കും വരാം. വെർബിന്റെ ബേസ് ഫോം ആയിരിക്കും വരാം. ഓക്കെ, ക്ലിയർ ആയോ? മാം ഈ പ്രസന്റ് സിമ്പിൾ പ്രസന്റിന്റെ കൂടെ ഇല്ലേ ഡു അല്ലെങ്കിൽ ഡസ് വെർബ് അങ്ങനെ യൂസ് ചെയ്യില്ലേ? ആ, അത് പറഞ്ഞല്ലോ. ഡു എപ്പോഴാ വരാ? IUVയുടെ കൂടെയാണ് ഡു വരാ. ആ ഓക്കെ. ഈ ഷീറ്റിന്റെ കൂടെയാണ് ഡസ് വരാ. ആ ആ ഓക്കെ, ഓക്കെ. എപ്പോഴും V1 V2 V3 ഇപ്പോ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടെൻസ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു സെന്റൻസ് തന്നാല് നിങ്ങൾക്ക് അതിന്റെ V1 V2 V3 അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്സിലറി വെർബും ഹെൽപ്പിംഗ് വെർബും സെയിം ആണ്. ഓക്കെ, ഈസ്, ആം, ആർ ആണ് ഓക്സിലറി വെർബ് എന്ന് പറയാം, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. സോ ഇനി പറയാൻ റെഡിയാണോ എല്ലാവരും? എല്ലാവരും പറയണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞാലാണ് നിങ്ങളുടെ ബ്രെയിനില് അത് പെട്ടെന്ന് കയറുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഞാനിവിടെ നിന്ന് പറയുന്ന കാര്യമില്ല. നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നതോറും നിങ്ങളുടെ ബ്രെയിൻ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പിന്നെ അത് മറക്കില്ല. നിങ്ങൾ പഠിച്ചാല് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടെൻഷനോടുള്ള കൺഫ്യൂഷൻസ് മാറും, ആ ഒരു പേടി മാറും, എല്ലാം മാറും. ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നത് ട്രൈ ചെയ്യൂ. ഇപ്പൊ പേടിയെ നോട്ട്ബുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കൂ. പറയുന്നതോറും നിങ്ങൾ ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, യാ, ഇന്നത്തെ ക്ലാസ് മുഴുവൻ നമുക്ക് തന്നെ എടുക്കാം. നിങ്ങൾ പഠിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോയാലും മതി. ഓക്കെ, സോ ഇനി ആരാ പറയാൻ വേണ്ടി? ആരാ അടുത്ത ആരാ പറയാം? നോക്കാതെ പറയണം. ഓക്കെ, എനിക്ക് വേണ്ടി പറയരുത്, നിങ്ങൾക്ക് വേണ്ടി പറയാം, നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക. ആരാ പറയാ? നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തെന്ന് പറയുവാതെ? മാം എന്താ പറയണ്ടേ? ഞാൻ ഫസ്റ്റ് കേറിയില്ലായിരുന്നു. ഈ സ്ട്രക്ചേഴ്സ് പറയൂ. സബീന നേരത്തെ പറഞ്ഞാലേ അതേപോലെ സ്ട്രക്ചേഴ്സ് പറയൂ. എല്ലാത്തിനെയും സ്ട്രക്ചർ പറയൂ. പ്രസന്റ് സിമ്പിൾ ടെൻസിന് സബ്ജക്റ്റ് പ്ലസ് V1. എക്സാമ്പിള് ഐ വർക്കിംഗ്. എക്സാമ്പിൾ പറയണ്ട.
എക്സാമ്പിൾ പറയണം, ഞാൻ ചോദിക്കാം. ഓക്കെ, പറഞ്ഞോളൂ, സ്ട്രക്ചർ പറഞ്ഞോളൂ. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ING ഫോം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. പിന്നെ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് സബ്ജക്റ്റ് പ്ലസ് ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, നയന, ഞാൻ സബ്ജക്റ്റും തരാം വേർബും തരാം. സെന്റൻസ് ഒന്ന് പറയണേ. Yes, ma'am. സബ്ജക്റ്റ് യു ആൻഡ് ഷീ രണ്ട് വെച്ചിട്ട് പറയാം. വേർബ് റീഡ്. You and she. ഷീ. വെർബ് എന്തായിരുന്നു? റീഡ്. കംപ്ലീറ്റ് സെന്റൻസ് പറയണ്ട, ജസ്റ്റ് ആ രണ്ടും വെച്ചിട്ട് പറഞ്ഞാലും മതി. സബ്ജക്റ്റും വെർബും വെച്ച് മാത്രം പറഞ്ഞാലും മതി. She is reading. She is read. പ്രസന്റ് സിമ്പിൾ. സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ. സ്ട്രക്ചർ പറഞ്ഞു, ആ സ്ട്രക്ചർ പോലെ തന്നെയാണ് സെന്റൻസ് പറയുന്നത്. പറഞ്ഞു നോക്കി. സബ്ജക്റ്റ് റീഡ് അല്ലേ വരുന്നേ? സബ്ജക്റ്റ് റീഡ് ആണ്. You read. She is. ഞാനൊരു എക്സാമ്പിൾ ഞാൻ ആദ്യം പറയാം, ക്ലിയർ ആവും. ഇപ്പൊ റീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. നിങ്ങളോട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമോ നിങ്ങൾ എന്താ ഇങ്ങനെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഐയും യു ഷീയും സബ്ജക്റ്റ് വെർബ് റീഡ്. ഓക്കെ, ഞാൻ ഈ നാലും പറയാം. ഐ റീഡ്, യു റീഡ്സ്, ഓക്കെ, ഐ ആം റീഡിങ്, യു ആർ റീഡിങ്, യു ഹാവ് റെഡ് ആണ്, യു ഹാവ് റെഡ്, she has read, then you have been reading, she has been reading. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇല്ല. ഇപ്പോ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ആ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. എന്താണ്? സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് ഐയും യുവും വെച്ച് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഐ സബ്ജക്റ്റ് ആണ്, വെർബ് റീഡ് ആണ്. അപ്പൊ ഐ റീഡ് എന്ന് വരും. സബ്ജക്ട് പ്ലസ് വെർബ് V1, ഐ റീഡ്. യു ആണെങ്കിലോ യു റീഡ്സ്, എസ് ആഡ് ചെയ്യണം. ഓക്കെ, യു അല്ല, ഷീ റീഡ്സ്. ഷീ റീഡ്സ്. ഹി ഷീറ്റിന്റെ ഒപ്പം സിംഗുലർ വെർബ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ? സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോ സിംഗുലർ വെർബ് ആണ് വരണ്ടേ. ഹി ഷീറ്റ് ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. സോ ഹി റീഡ്സ്, ഷീ റീഡ്സ്, ഇറ്റ് എഴുതാം. ഹി റീഡ്സ്, ഷീ റീഡ്സ്. ക്ലിയർ? IUV ആണെങ്കിൽ ഐ റീഡ്, യു റീഡ്, വി റീഡ്, ദേ റീഡ്. സിമ്പിൾ പ്രസന്റില്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആയോ?
ഐ യു വി ദേ ആണെങ്കിൽ സബ്ജക്ട് റീഡ് ആണ് വരിക. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഐ യു വി ദേ ആണെങ്കിൽ സബ്ജക്ട് റീഡ് ആണ് വരുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലാസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ പറയുമ്പോൾ ഒന്ന് പറയുകയും ചെയ്യാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും ബോർഡ് ക്ലാസ് ആയി പോകും. ഓക്കെ, ശരി, നിങ്ങൾക്ക് ബോറടിക്കും, കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അതാ നിങ്ങളോട് പറയുന്നത്, ആക്റ്റീവായിട്ട് ഇരിക്കൂ, റെസ്പോണ്ട് ചെയ്യൂ, ഇന്ററാക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ അതാണ്. ഓക്കെ, ഹി ഷീറ്റ് ആണെങ്കിൽ റീഡ്സ് ആണ് വരിക, എസ് ആഡ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോ എനിക്കും വല്ലാണ്ടൊരു ഫീലിംഗ് ആണ്. എനിക്ക് എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എത്ര പേരുണ്ട് ക്ലാസ്സിൽ? 28 പേരുണ്ട്. ഒരാളും മര്യാദ റെസ്പോണ്ട് ചെയ്യാറില്ല. ഇവിടെ എന്താണ് ഇഷ്യൂ, എന്താണെന്ന് പറയൂ. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മനസ്സിലാവാത്തതെന്നെങ്കിലും പറയൂ. ഒരാൾ ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾക്ക് ഈ ഡൗട്ട് തന്നെ ഉണ്ടാവും. അത് ചോദിക്കുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. മാം, ഇപ്പം ഐ വി ദേക്ക് അവിടെ റീഡ് എന്ന് ചേർക്കാൻ പറഞ്ഞു. ഹി ഷീ ഇറ്റ് റീഡ്സ് എസ് ആഡ് ചെയ്യാൻ. അപ്പം ഇപ്പം നമ്മളിപ്പം ഒരു സിങ് ഒരു അങ്ങനെ ഒന്ന് യൂസ് ചെയ്യുമ്പം ഹീയും ഷീറ്റും വരുമ്പം സിൻസ് ആണ്. എസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ മാം. ഐ എല്ലാവരും പ്ലൂറൽ ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോ നമ്മൾ സബ്ജക്റ്റില് വേർബില് ഒരു വേർബ്, സാധാരണ ഒരു നോർമൽ വേർബ് എപ്പോഴും പ്ലൂറൽ ആണ്. റീഡ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. അതിന് സിംഗുലർ ആക്കണമെങ്കിൽ എസ് ആഡ് ചെയ്യണം. ഓക്കെ, ഓക്കെ മാം. സിമ്പിൾ ആണ്. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഡൗട്ട് വരാം. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആയി മാം. ക്ലിയർ ആയി. ഇനി ഞാൻ സബ്ജക്റ്റും വേർബും തന്നാൽ എനിക്ക് 4 ടെൻസ് വെച്ചിട്ട് പറയാൻ പറ്റുമോ? പറയാം മാം. ഓക്കെ, സോ ആരാ പറയാം? ഒരാള് പറയാൻ റെഡിയായിട്ട് വരും. ഞാൻ പറയാം മാം. ഒരു സബ്ജക്ട്. ഓക്കെ, ഈ 2 സബ്ജക്ട് ചോദിക്കാൻ കാരണം രണ്ടും 2 വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് രണ്ടും പറയാൻ പറയുന്നത്. സബ്ജക്ട് ബി ആൻഡ് ഹി. ഓക്കെ, വ്യക്തമായില്ല മാം, ഒന്നുകൂടെ പറയണം. സബ്ജക്ട് ബി, WE, അതാണ് സബ്ജക്ട്. ബി ആൻഡ് ഹി, ഈ 2 സബ്ജക്ട് വെച്ചിട്ടും പറയണം. ഓക്കെ, ബി ആൻഡ് ഹി, വെർബ് സ്പീക്ക്. ഓക്കെ മാം, പറയാൻ ശ്രമിക്കാം. ക്ലിയർ ആവോ ഇല്ലൊന്നും ഉറപ്പില്ല. പ്രസന്റ് സിമ്പിൾ വരുമ്പം വി സ്പീക്ക്, ഹി സ്പീക്സ്. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് വി ആർ സ്പീക്കിംഗ്, ഹി ഈസ് സ്പീക്കിംഗ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പം വി ഹാവ് സ്പീക്കിന്റെ V3 അറിഞ്ഞൂടാ. സ്പോക്കൺ. അപ്പൊ വി ആർ സ്പോക്കൺ, ഹി ഹാസ് സ്പോക്കൺ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് വി ഹാവ് ബീൻ സ്പീക്കിംഗ്, ഹി ഹാസ് ബീൻ സ്പീക്കിംഗ്. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നിങ്ങൾ ഈ ടെൻഷൻ എടുക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു? പറഞ്ഞപ്പോ എന്ത് തോന്നുന്നു? പഠിച്ചോ? പഠിച്ചു. ഇതിനാണ് നിങ്ങൾ ഈ മിണ്ടാതിരിക്കുന്നത്. ഇനി ആരാ പറയാ? ഇനി ആരാ പറയാ? പറയുന്നുണ്ടോ ആരെങ്കിലും?
ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലയോ? യെസ് മാം. പറയൂ. സബ്ജക്ട് ഒരു സബ്ജക്ട് തരാം, അത് നല്ലത്. ഒരെണ്ണം രണ്ടെണ്ണം വേണോ സബ്ജക്ട്? ഒരെണ്ണം മതി. ഒരെണ്ണം മതി. ദേ സബ്ജക്ട് ദേ. ഓക്കെ. ഈറ്റ്, ഈറ്റ്. കഴിക്കുക. ഈറ്റ്. സിമ്പിൾ പ്രസന്റില് ദേ ഈറ്റ്. പ്രസന്റ് കണ്ടിന്യൂസില് ദേ ആർ ഈറ്റിംഗ്. പ്രസന്റ് പെർഫെക്റ്റില് ദേ ഹാവ് ഈറ്റൻ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് ദേ ഹാവ് ബീൻ ഈറ്റിംഗ്. Yeah, good. That's all. Yeah. Okay, next Tara. പറയുന്നുണ്ടോ ആരെങ്കിലും? ആരും പറയുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഒരു മലയാള സെന്റൻസ് തരാം, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു. ഓക്കെ. അവൾ കുക്ക് ചെയ്യുകയാണ്. അവൾ പാചകം ചെയ്യുകയാണ്. She is cooking. പറയുന്നുണ്ടോ? She is cooking. She is cooking. Yeah, correct. അവൾ 8 മണി മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ 8 മണി മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ 8 മണി മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She has been cooking 8 o'clock. She has been cooking 8 o'clock. അവിടെ ഒരു വേർഡ് മിസ്സിംഗ് ഉണ്ട്. She has been cooking since 8 o'clock. Yeah, she has been cooking since 8 o'clock. ഞാൻ 3 വർഷമായി ഇവിടെ താമസിക്കുന്നു.
ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ആരും അത് നോക്കാതിരിക്കുക. ഓക്കെ, ഞാൻ 3 വർഷമായി ഇവിടെ താമസിക്കുന്നു. I have been ഞാൻ 3 വർഷമായി ഇവിടെ താമസിക്കുന്നു. ആർക്കെങ്കിലും അറിയോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. കമന്റ് എങ്ങനെയും ചെയ്യും. അറിയില്ല മാം. വേറെ ആർക്കെങ്കിലും അറിയോ? I have been living here since 3 years. 4. Last 3 years. Living. അറിയാമെങ്കിൽ എസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമന്റ് ചെയ്യാം. ഞാനിവിടെ 3 വർഷമായി താമസിക്കുന്നു അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ പ്രസന്റ് ടെൻസ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഞങ്ങൾ പറയുന്ന എല്ലാം തെറ്റാണ്. I am Ma'am, I am living here for 3 years. അതെല്ലാം തെറ്റാണ്. കറക്റ്റ് ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. സബീനക്ക് പറയാൻ പറ്റുമോ? Present perfect continuous അല്ലേ മാം? No. Simple present ആണോ? ടെൻസ് പറഞ്ഞാൽ സിമ്പിൾ ആയില്ലേ? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? present continuous ആണ്. I am living in 3 years. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? ഫസ്റ്റ് അത് ചോദിക്കട്ടെ. താല്പര്യമുണ്ട് മാം. താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്. എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല? പറയൂ. ഇപ്പോ എന്റെ സ്ഥാനത്ത് നിങ്ങളാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരാളെ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, ഒരെണ്ണം മിണ്ടുന്നില്ല. ഞാൻ എന്താ ചെയ്യട്ടെ? പറയൂ.
ഞാനിവിടെ വെറുതെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ആണ് ഇത്. ഒരു ഈ പറഞ്ഞ സിമ്പിൾ വേർഡാണ്, ഇപ്പൊ നിങ്ങൾ പഠിച്ചതും കൂടെയാണ്. എന്നിട്ട് പോലും നിങ്ങൾക്ക് പറഞ്ഞില്ല, പറയാൻ പറ്റുന്നില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾ അതിന് താല്പര്യം കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് അതെങ്കിലും ചെയ്യും. ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. ട്രൈ ചെയ്യും. Present perfect. I have lived here for 3 years. കറക്റ്റ്. കാരണം എന്താണെന്ന് അറിയോ, നിങ്ങൾ ഇത്രയും പേര് റെസ്പോണ്ട് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് നോ നോ പറഞ്ഞു. പറയാത്ത ഒരെണ്ണം ഉണ്ടായുള്ളൂ പ്രസന്റ് പെർഫെക്റ്റ്. അത് സബീനയ്ക്ക് മനസ്സിലായി. സോ അത് പറഞ്ഞു. കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഒരു മലയാളം സെന്റൻസ് പറയുമ്പോ അത് ഇന്ന ടെൻസ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടോ, ആ ടെൻസ് വെറുതെ മനസ്സിലായാൽ പോരാ, അതിന്റെ സ്ട്രക്ചർ കൂടെ പഠിച്ചാൽ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പമാവുള്ളൂ. ഇപ്പൊ സ്ട്രക്ചർ പഠിച്ചത് കൊണ്ടാണ് സബീന കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി, സെന്റൻസ് മേക്ക് ചെയ്തു. കറക്റ്റ് ആയിരുന്നു. ആണോ? എല്ലാ ക്ലാസ്സിലും വന്നിരുന്ന് ഞാനിത് പറയാറുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നു. എനിക്ക് വേണ്ടിയല്ലല്ലോ ഞാനിത് പറയുന്നത്, പഠിക്കാനല്ലേ. ഞാനിത് പിണങ്ങണതൊന്നും അല്ല, അത് മനസ്സിലാക്കണം. എന്റെ അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാ ക്ലാസ്സിലും പറഞ്ഞു പോകുന്നു, പക്ഷെ നിങ്ങൾ ഇതൊന്നും പഠിക്കുന്നില്ല. കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണ്ടേ? ഈ കോഴ്സ് കഴിയുമ്പോഴും കുറച്ചെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? വേണ്ടേ? വേണമെങ്കിൽ എന്നും മുതലൊന്ന് റെസ്പോണ്ട് ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കൂ. ഞാൻ നിങ്ങളെ പിണങ്ങി ചീത്തപ്പുറം ഒന്നും ചെയ്യില്ല. ഞാനൊരു നിങ്ങളെ പോലെ മീനല്ലേ ഞാനും. സോ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കും. ഓക്കെ, ഇപ്പോഴും സ്ട്രക്ചർ പഠിക്കാത്ത കാര്യങ്ങളുണ്ടോ? മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടോ? ഇതുപോലെ നിങ്ങൾ പഠിക്കുന്നില്ല, ഇനി വരുന്ന ടെൻസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഗ്യാരണ്ടി പറയാം, മനസ്സിലാവേയില്ല. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ശരി. അപ്പൊ നേരത്തെ തന്ന സെന്റൻസ് ഈ തന്ന സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം, അവൾ 8 മണി മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും കണ്ടിന്യൂസ് ആണ്. താഴെ ഞാൻ 3 വർഷമായി ഇവിടെ താമസിക്കുന്നു. വ്യത്യാസമുണ്ട്. ഡിഫറൻസ് പറയണമെങ്കിൽ ഈ സ്ട്രക്ചർ ഒന്ന് മര്യാദക്ക് പഠിക്കണം. ഈ പ്രസന്റ് പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മില് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറയട്ടെ എന്നാലേ. സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമെങ്കിൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും. പ്രസന്റ് ആണ് ഇപ്പൊ പറയുന്നത്, പാസ്റ്റും ഫ്യൂച്ചറും ഒന്നുമില്ല, ഓൺലി പ്രസന്റ്. ഓക്കെ, പെർഫെക്റ്റ് എന്താണ്? പെർഫെക്റ്റിൽ എന്താണ്? അപ്പോ ഒരു കാര്യം ചെയ്തു കംപ്ലീറ്റ് ആയി എന്ന് പറയാം. കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാവും, ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഇപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ? നിങ്ങൾ എന്താ ആൻസർ പറയാ? കഴിഞ്ഞു അല്ലെ? ഇപ്പൊ കഴിഞ്ഞുള്ളൂ എന്ന് പറയും അല്ലെ? ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അതെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ, ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. ചെയ്തു എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നു, അതായത് ഇപ്പൊ കഴിഞ്ഞുള്ളൂ. മനസ്സിലായോ? ഞാൻ ചോദിച്ചു കുറച്ച് തൊട്ട് മുന്നോ അല്ലെങ്കിൽ അരമണിക്കൂർ മുൻപോ നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതുള്ളൂ. സോ നിങ്ങൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിരിക്കുന്നു. ടെൻസ് ഏതായിരിക്കും? Present perfect. I have completed. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സോ സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്തേ. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിരിക്കുന്നു. I have completed my homework. I have Completed my homework. completed my homework. വേറെ ആരെങ്കിലും പറയാനുണ്ടോ? ഡൺ യൂസ് ചെയ്യാമോ കംപ്ലീറ്റിന് പകരം? എന്തോ? കംപ്ലീറ്റ് ഹോംവർക്ക് ചെയ്തു എന്നുള്ളത് കംപ്ലീറ്റിന് പകരം ഡൺ യൂസ് ചെയ്യാൻ പറ്റുമോ? വരുന്നോ? മനസ്സിലായില്ല.
ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് എന്നുള്ളത് കംപ്ലീറ്റിന് പകരം നമുക്ക് ഡൺ യൂസ് ചെയ്യാൻ പറ്റുമോ? Course, done use ചെയ്യാം. I have done my homework. Yeah. So, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹാവിന് ശേഷം നിങ്ങൾ എന്ത് വേർഡ് ഉപയോഗിച്ചാലും ഹാവിന് ശേഷം എപ്പോഴും V3 ഉപയോഗിക്കണം. ഓക്കെ, ഡൺ യൂസ് ചെയ്യാം, ഫിനിഷ്ഡ് യൂസ് ചെയ്യാം, കംപ്ലീറ്റഡ് യൂസ് ചെയ്യാം. ഇതെല്ലാം V3 ആയിരിക്കണം. അത് മാത്രം ശ്രദ്ധിക്കുക. V3 ആയിരിക്കണം. ഓക്കെ, സോ ഇപ്പോ പറഞ്ഞത് കറക്റ്റ് ആണ്. ഫിനിഷിങ്ങോ സുനില, ഫിനിഷിംഗ് വരില്ല, ഫിനിഷ്ഡ്. അതാ ഞാൻ പറഞ്ഞത് V3 ആയിരിക്കണം. ഫസ്റ്റ് നിങ്ങള് V1, V2, V3 പഠിക്കുക. ദെൻ എല്ലാ ടെൻസിനെയും സ്ട്രക്ചറോടെ പഠിക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മലയാള സെന്റൻസ് പറയുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹാവോ ഹാസോ എന്തോ ആവട്ടെ, അതിനുശേഷം വരുന്ന വേർബ് എപ്പോഴും V3 ആയിരിക്കും. അപ്പൊ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ I have completed my homework, I have finished my homework, I have done my homework. ചെയ്യുക എന്ന് പറയുമ്പോൾ ഡൺ ആണ് കുറച്ചുകൂടെ നല്ലത്. മറ്റേത് ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു പറയുന്നോണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല, കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, തെറ്റല്ല. എന്റെ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ or ഇൻഷ മൈ ഹോംവർക്ക്, ദ ഹോംവർക്ക് അല്ല മൈ ഹോംവർക്ക്. ഓക്കെ, സോ ക്ലിയർ ആയോ? ഇപ്പോ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. അതായത് കുറച്ചു മുന്നേ നടന്ന കാര്യമായിരിക്കും, അത് കംപ്ലീറ്റ് ആകുമ്പോ പറയുന്നതാണ് ഈ പെർഫെക്റ്റ് യൂസ് ചെയ്താ പറയും. അല്ലാതെ ഞാൻ ഇന്നലെ എന്റെ ഹോംവർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോ ഏതാ വരാ ടെൻസ്? പാസ്റ്റ് ആകും. പാസ്റ്റിലേക്ക് പോകും, അവിടെ ഹാവ് വരില്ല. ഓക്കെ, ഐ ഡൺ മൈ ഹോംവർക്ക് എന്ന് പറയാം. ഐ ഡൺ മൈ ഹോംവർക്ക് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എന്റെ ഹോംവർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു ദിവസം മുന്നെയോ ഒക്കെ പറയുമ്പോ അത് പാസ്റ്റ് ആണ്. തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആയതാണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റിൽ വരാം. ഓക്കെ, ക്ലിയർ? ഇപ്പോ നിങ്ങള് അവൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അവൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. She has submitted the report. പറയൂ, എല്ലാവരും പറയൂ. ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അറിയില്ലെങ്കിൽ അറിയില്ല എന്നെങ്കിലും പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നു. മറ്റു ക്ലാസ് ഇംഗ്ലീഷ് ആണ്. She has submitted report. She has submitted her report. Very good. അവൾ അവളുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞേ, അവൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, മലയാളം റിപ്പോർട്ട്. Yeah. Oh, she has submitted. She has. സുനില, അയ്യയുടെ കൂടെ സുനില. സുനില ക്ലാസ്സിൽ സുനില IUVയുടെ കൂടെ ഹാവ് ആണ് ഹാസ് ആണ് യൂസ് ചെയ്യാ? IUV ഹാവ് ആണ് ഹാസ് ആണ് യൂസ് ചെയ്യാ? ഹാവ്. ഓക്കെ, അപ്പോ അവൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോ എങ്ങനെയാ വരാ? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. I have submitted report. അവൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. സബ്മിറ്റ് അവളാണ്. അപ്പോ Okay, ma'am. സബ്മിറ്റ് അവളാണ്. അപ്പൊ എന്താ പറയാ?
സുനില പറയൂ. She has submitted report. The report ഓട് പറയണം. The. Okay. She has submitted the report. Okay. Yeah. Clear. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം. ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോ ശ്രമിക്കുന്നില്ല എന്നാണ് അർത്ഥം. ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ എപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. I have tried to learn English. Have tried to learn English. ശ്രമിച്ചിട്ടുണ്ടല്ലേ? ശ്രമിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ? ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാ? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am still trying to learn English. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been trying. I have been trying to learn English. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണത്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുറന്നുകൊണ്ടിരിക്കുകയാണ്, കൊണ്ടിരിക്കുകയാണെന്ന് പറയില്ലേ മലയാളത്തില്? അങ്ങനെ പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെന്താണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഞാൻ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഈ ട്രിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതുണ്ടെങ്കിൽ വളരെ എന്തോ ക്ലിയർ ആയോ നോക്ക് ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ ഇല്ലയോ? അല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ മാം. നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ 3 വർഷമായി ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അപ്പൊ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലല്ലേ പറയേണ്ടത്? അത് ഇപ്പോഴും ചില കാര്യങ്ങള് നമ്മള് ചില സിറ്റുവേഷൻസ് പറയില്ലേ, ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. മനസ്സിലായി? ഞാനത് പറഞ്ഞു തരാതെ വേറൊന്നുമല്ല. ഞാനത് അതും കൂടെ പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ പഠിച്ചത് മൊത്തം മറന്നു, ഫുള്ള് കൺഫ്യൂഷൻ വരും. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരായിരുന്നു. മനസ്സിലായോ? ഇപ്പോ എന്താണ് ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ടിനെ കണ്ടു വിചാരിക്കാം. സോ ഞങ്ങളൊരു 3 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. ഈ പെർഫെക്റ്റ് യൂസ് ചെയ്ത് തന്നെ പറയാൻ പറ്റും. We have talked for 3 hours without any break. മനസ്സിലായോ? ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഈ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ചിലത് പെർഫെക്റ്റ് വെച്ചിട്ടും പറയും. മനസ്സിലായോ? ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആയോ? അല്ല, അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ആവുന്ന ഒരു ആക്ഷൻ ആണല്ലോ. പക്ഷെ നമ്മൾ താമസിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത്
Yeah, അവിടെ രണ്ടും പറഞ്ഞത് കൊണ്ട് മിസ്റ്റേക്ക് വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഷി ഹാസ് ബീൻ എന്ന് യൂസ് ചെയ്ത് പറയാം, ഷി ഹാസ് ലിവ്ഡ് എന്ന് പറയാം. മനസ്സിലായോ? അത് ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ എങ്ങനെയാണോ ആ സിറ്റുവേഷൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലായിരിക്കും ആ ടെൻസ് വരാം. അത് നിങ്ങളെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ എന്തെന്നാണോ പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണോ കൺവിൻസ് ആവേണ്ടത്, അത് നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നോ അതുപോലെ ഇരിക്കും ആ ടെൻസിന്റെ വ്യത്യാസം വരാം. ക്ലിയർ ആയോ? മീനിങ്ങിന് ഡിഫറൻസ് വരുമോ? അങ്ങനെ അതാ പറയാം, മീനിങ് ഡിഫറൻസ് വരും എന്ന് വെച്ചാല് ഇപ്പോ സബീനയ്ക്ക് പറയാനുള്ള കാര്യം, ഇപ്പൊ താമസിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ലിവ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങള് ടോക്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ലത് പെർഫെക്റ്റ് പറയുന്നതാണ്. അങ്ങനെ ചില വേർഡ്സ് ഉണ്ട്, മനസ്സിലായോ? അതെല്ലാനും ഈ കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണിത് ലിവിങ് ഒക്കെ പറയുന്നത്, മനസ്സിലായോ? അപ്പോ ഐ ഹാവ് ലിവ്ഡ് ഇവിടെ ഏറ്റവും സിമ്പിൾ എന്ന് പറയുമ്പോൾ ഐ ലിവ്ഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. പിന്നെ ഹാവിന്റെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ, അല്ലെ? അല്ലെ ഫോർ 3 years എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ക്ലിയർ ആയോ? അത് അപ്പൊ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിലും പറയാം. ഇപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ മലയാളം പറഞ്ഞതാ. ഇപ്പോ കുട്ടികൾ 8 മണി മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ മലയാളം കേൾക്കുമ്പോൾ മനസ്സിലാക്കും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആണ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോ the kids have been arriving since 8 o'clock. 8 മണി മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കറക്റ്റ് ആയിട്ട് ഒരു ടൈം മെൻഷൻ ചെയ്യും, ഒരു കാലയളവ് മെൻഷൻ ചെയ്യുന്നുണ്ട്. 8 മണി മുതൽ ഇതുവരെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ തന്നെ മനസ്സിലാക്കണം അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പിന്നെന്താണ് ഇപ്പോ ഇപ്പോ അവള് 3 വർഷമായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അവർ ഇപ്പൊ ചെയ്യുന്നില്ല. മനസ്സിലായോ? അത് പറയുന്ന മലയാളവും ആ സിറ്റുവേഷനും ബേസ് ചെയ്തായിരിക്കും പ്രസന്റ് പെർഫെക്റ്റും കണ്ടിന്യൂസും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? രണ്ടും പറഞ്ഞത് കൊണ്ട് വലിയ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയാനും പറ്റും. സോ എന്ത് വേണമെങ്കിലും പറയാം. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മലയാളം പറയുമ്പോൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം സിമ്പിൾ ആയിട്ട്. ഇപ്പൊ വായിച്ചിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, ഞാനത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയില്ലേ? അങ്ങനെ പറയുമ്പോ ഈ ഉണ്ട് എന്ന് വരുമ്പോ അവിടെ ഹാവ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുക. സിമ്പിൾ ട്രിക്ക് ആണ്. ഓക്കെ, ഇത് ഫോളോ ചെയ്യേണ്ട യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പോ ഐ ഹാവ് ലീവ്ഡ് ഹിയർ ഫോർ 3 years എന്ന് പറയുമ്പോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാളം മീനിങ് ഞാൻ 3 വർഷം താമസിക്കുന്നുണ്ട്. അപ്പൊ ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 3 years എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ 3 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും സെയിം അല്ലേ? മലയാളത്തിൽ നമുക്ക് രണ്ടും സെയിം മീനിങ് അല്ലേ വരാ? ഏത് യൂസ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തെറ്റാന്ന് പറയാൻ പറ്റും. ഓക്കെ, അറിയോ? അത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഇരിക്കുന്നേ ഉള്ളൂ, സിറ്റുവേഷൻ അനുസരിച്ച് ഇരിക്കും. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐ ഹാവ് ബീൻ ഡൂയിങ് എന്തെങ്കിലും. മനസ്സിലായോ? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതനുസരിച്ച് ആ ടെൻസ് മാറും. ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ ലിവിങ്ങിന്റെ കാര്യത്തില് പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്ത് കഴിഞ്ഞുള്ളൂ, ഇപ്പൊ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഡൺ പറയാം, ഞാൻ ഇപ്പൊ ചെയ്തോളൂ. 2 ദിവസം മുന്നോ ഇന്നലെയോ ചെയ്താണെങ്കിൽ പാസ്റ്റ് വെച്ച് പറയണം. ഓക്കെ, ക്ലിയർ ആയോ? ഒരു മലയാളം കൂടെ പറയാം. ഞാൻ അയാളെ 5 തവണ വിളിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ 5 തവണ വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല നമ്മളെ വിളിച്ചിട്ടുണ്ട്. എന്താ വരാ?
I have called him Yeah, I have called him 5 times. 5 times. Yeah. Okay. I have called. So കാര്യം പിടികിട്ടിയോ? Yeah. Okay. So അടുത്ത ക്ലാസ്സിലും ഇത് കണ്ടിന്യൂ ചെയ്യാം. റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്റെ റിക്വസ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.